ക്രിക്കറ്റ് കണ്ട ഏറ്റവും വലിയ അത്ഭുതം. പ്രായം വെറും 15 വയസ്സ്. കയ്യിൽ കാർട്ടൂൺ കാണുന്ന കുസൃതി. എന്നാൽ ആ പയ്യൻ ബാറ്റ് എടുത്താൽ പിന്നെ നടക്കുന്നത് സംഹാര താണ്ഡവമാണ്. വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ 16-ാം വയസ്സിൽ അരങ്ങേറ്റം കുറിച്ച സച്ചിൻ ടെണ്ടുൽക്കർ ലോകത്തെ വിറപ്പിച്ചുവെങ്കിൽ ഇന്ന് 15-ാം വയസ്സിൽ ഓരോ മത്സരത്തിലൂടെയും വൈഭവ് സൂര്യവംശി എന്ന യുവതാരം ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിക്കുകയാണ്. ലോകോത്തര ബോളർമാരായ ജസ്പ്രീത് ബൂംറയും പാറ്റ് കമിൻസും കഗിസോ റബാഡയുമെല്ലാം ആ കരുത്തിന് മുന്നിൽ നിസ്സഹായരാണ്. വെറും ബോളിംഗ് മിഷനായിട്ടാണ് ഈ ലോകോത്തര താരങ്ങളെ വൈഭവ് സൂര്യവംശിക്ക് അനുഭവപ്പെടുന്നത് എന്ന് തോന്നുന്നു. താൻ നേരിട്ട 280 പന്തുകളിൽ ആ പയ്യൻ 65 സിക്സുകളാണ് അടിച്ചുകൂട്ടിയത്. കണക്കും പ്രകാരം ഓരോ 4.31 പന്തിലും അദ്ദേഹം സിക്സുകൾ പറത്തുന്നു എന്ന് വ്യക്തം. ഈ കണക്കുകൾ മാത്രമല്ല വൈഭവ് സൂര്യവംശിയെ വ്യത്യസ്തനാക്കുന്നത്. യൂണിവേഴ്സൽ ബോസ് ക്രിസ് ഗെയിലിൻ്റെ പല റെക്കോർഡുകളും ഇതിനകം തന്നെ തകർത്ത വൈഭവ് സൂര്യവംശിക്ക് ഇന്നലെ 29-ാം പന്തിൽ ആ ഒരു മിസ് ഹിറ്റ് ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം ചരിത്ര പുസ്തകത്തിൻ്റെ ഭാഗമായി മാറുമായിരുന്നു. വൈഭവ് സൂര്യവംശിയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒരു ചിന്ത 2024 കൊണ്ടുപോവുകയാണ്. അന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ നായകൻ ഇന്നത്തെ പാറ്റ് കമിൻസ് തന്നെയാണ്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെ നിശ്ചിത 20 ഓവറിൽ 287 എന്ന കൂറ്റൻ സ്കോർ നേടിയതിനു ശേഷം പാറ്റ് കമിൻസ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: "എവരി വൺ ഈസ് ടെറിഫൈഡ് ഓഫ് അസ്." അതായത് എല്ലാ ടീമുകളും ഞങ്ങളെ പേടിക്കുന്നു. പാറ്റ് കമിൻസിനെ സംബന്ധിച്ചതൊരു കോൺഫിഡൻസ് മാത്രമായിരുന്നില്ല. ഒരു സിനിമ ഡയലോഗ് ഉണ്ടല്ലോ, ഇതെൻ്റെ കോൺഫിഡൻസ് അല്ല, അഹങ്കാരമാണെന്ന്. കാരണം അഹങ്കരിക്കാൻ തക്ക ശേഷിയുള്ളൊരു ടീം അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനും ഒക്കെ ചേരുന്ന സംഘത്തെ മുന്നിൽ നിർത്തി പാറ്റ് കമിൻസിന് അത്തരത്തിലുള്ളൊരു വാക്ക് പറയാം. എന്നാൽ ഇന്ന് അതേ നിരയെ തന്നെ ഒരറ്റത്ത് വെറും കാഴ്ചക്കാരനായി നിർത്തി വൈഭവ് സൂര്യവംശി എന്ന 15-കാരൻ ശരിക്കും ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞതുപോലെയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ കീഴടക്കിയത്. ആ പയ്യൻ്റെ ബാറ്റിങ്ങിന് മുന്നിൽ 2024 വെല്ലുവിളി പ്രസംഗം നടത്തിയ പാറ്റ് കമിൻസ് ഒരു ഓവറിൽ വഴങ്ങിയത് 31 റൺസാണ്. തൻ്റെ കരിയറിലെ ഏറ്റവും മോശം T20 സ്പെല്ലാണ് ഇന്നലെ പാറ്റ് കമിൻസ് എറിഞ്ഞു തീർത്തത്. 64 റൺസാണ് അദ്ദേഹം തന്നെ 4 ഓവറിൽ കൊടുത്തത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ലോകത്തെ ഏതൊരു ബാറ്ററും പേടിക്കുന്ന പാറ്റ് കമിൻസിനെ പോയൊരു ബോളറെ വളരെ നിസ്സഹായനായിട്ട് വൈഭവ് സൂര്യവംശി നേരിടുന്ന കാഴ്ച. മത്സരത്തിലേക്ക് വരാം. രാജസ്ഥാൻ റോയൽസിനും സൺറൈസേഴ്സ് ഹൈദരാബാദിനും അതിനിർണായകമായ പോരാട്ടം. തോൽക്കുന്ന ടീം പുറത്തേക്ക്. എന്തായാലും വൈഭവ് സൂര്യവംശിയും യശസ്വി ജയ്സ്വാളും ആദ്യം ഓപ്പണിങ്ങിന് ഇറങ്ങുന്നു. ജയ്സ്വാളിന് പതിവ് താളം കണ്ടെത്താൻ സാധിക്കുന്നില്ല. എന്നാൽ വൈഭവ് സൂര്യവംശി നിങ്ങൾ പതുക്കെ കളിച്ചാൽ മതി, ഞാനിവിടെ അടിച്ച് തകർത്തോളാം എന്നുള്ള മെൻറ്റാലിറ്റിയിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ബോളർമാരെ നേരിടാൻ തുടങ്ങിയതോടെ സ്കോർ ബോർഡ് കുതിച്ചു. ശരിക്കും ആ പയ്യൻ ക്രീസിൽ നിൽക്കുമ്പോൾ അദ്ദേഹം നേരിടുന്ന ഓരോ പന്തിലും എന്താണ് സംഭവിക്കുക, 6ഓ 4ഓ എന്നുള്ള ചോദ്യം മാത്രമാണ് കണ്ടിരുന്ന കാണികൾക്ക് ഉണ്ടായിരുന്നത്. അത്രമാത്രം അഴകും സൗന്ദര്യവുമായിരുന്നു വൈഭവ് സൂര്യവംശിയുടെ ഇന്നലത്തെ ഇന്നിങ്സിന്. അത് സെഞ്ചുറിയോടെ അവസാനിച്ചില്ല എന്ന കുറവ് മാറ്റി നിർത്തിയാൽ 100-ൽ 100 ആ ഇന്നിങ്സിന് നമുക്ക് കൊടുക്കാൻ സാധിക്കും. എന്തായാലും അതിനിർണായകമായ പോരാട്ടത്തിൽ 243-ന് 8 എന്ന നിലയിലാണ് രാജസ്ഥാൻ തങ്ങളുടെ ഇന്നിങ്സ് അവസാനിപ്പിച്ചത്. 29 പന്തിൽ 97 റൺസ് അടിച്ചുകൂട്ടിയ വൈഭവ് സൂര്യവംശി ക്രിസ് ഗെയിലിൻ്റെ റെക്കോർഡിന് തൊട്ടടുത്തെത്തി. ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം അത് മറികടക്കുമെന്ന് ഉറപ്പ്. എന്തായാലും കൂറ്റൻ സ്കോറിന് മുന്നിൽ ചേസ് ചെയ്യാനുള്ള എല്ലാ കപ്പാസിറ്റിയും സൺറൈസേഴ്സ് ഹൈദരാബാദിനുണ്ടായിട്ടും ജോഫ്ര ആർച്ചർ എന്ന അതികായൻ പവർ പ്ലേയിൽ തന്നെ അവരെ തകർത്തതോടെ ആ പ്രതീക്ഷയും ഇല്ലാതെയായി. എന്തായാലും രാജസ്ഥാന് ഇനി എതിരാളികളായി വരാൻ പോകുന്നത് ഗുജറാത്ത് ടൈറ്റൻസ് ആണ്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഒരർത്ഥത്തിൽ അവരെ തകർത്തെറിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിലാണ്. എന്തായാലും ആ ചാരത്തിൽ നിന്ന് ഗുജറാത്ത് ടൈറ്റൻസിന് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കുമോ? അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വരുന്ന ഗുജറാത്ത് ടൈറ്റൻസ് എങ്ങനെ വൈഭവ് സൂര്യവംശി എന്ന ഒറ്റയാനെ തളർക്കും? ഇതൊക്കെ തന്നെയായിരിക്കും അടുത്ത പോരാട്ടത്തെ വ്യത്യസ്തമായി നിർത്തുന്ന ഘടകം. വൈഭവ് സൂര്യവംശി, നിന്നെക്കുറിച്ച് ഒരു വാക്ക് മാത്രമാണ് പറയാനുള്ളത്. അഹങ്കാരമില്ലാതെ, അത്യാഡംബരങ്ങളില്ലാതെ ഇപ്പോൾ നീ കളിക്കുന്ന രീതിയിൽ തന്നെ മുന്നേറുക. ഒരുപക്ഷെ പ്രായം മുമ്പോട്ട് പോകുമ്പോൾ നിൻ്റെ ബാറ്റിങ്ങിനും നിൻ്റെ ചിന്താരീതിയിലുമൊക്കെ മാറ്റങ്ങൾ വന്നേക്കാം.
ഇപ്പോഴുള്ള വൈഭവിനെ തന്നെ കുറേ നാൾ കൂടി കാണാനാണ് ആഗ്രഹം. ആ ബാറ്റിൽ നിന്ന് ഇന്ത്യക്കായി ഒരുപാട് മികച്ച പ്രകടനങ്ങളും ഇന്ത്യയെ ഒരുപാട് മികച്ച വിജയങ്ങളിലേക്കും നയിക്കുന്ന കാഴ്ചയ്ക്കുമായി കാത്തിരിക്കുകയാണ്. കുഡോസ്, വൈഭവ് സൂര്യവംശി.